അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചരക്കണ്ടിയിലെ ജില്ലാ കോവിഡ് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ ഉപയോഗിക്കുന്ന റോബോട്ട് ഏതാണ്? നൈറ്റിംഗേൽ 19. ഓക്കെ, നൈറ്റിംഗേൽ 19 ആണ് അഞ്ചരക്കണ്ടിയിലെ ജില്ലാ കോവിഡ് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ ഉപയോഗിക്കുന്ന റോബോട്ട്. നെക്സ്റ്റ് വൺ നോക്കാം. മെഡിക്കൽ ഇന്നവേഷൻ വിഭാഗത്തിൽ അന്താരാഷ്ട്ര പുരസ്കാരമായ എഡിസൺ അവാർഡ് 2020 നേടിയ എറണാകുളം സ്വദേശി ആരാണ്? ഡോക്ടർ ലാലു ജോസഫ്. ഓക്കെ, മെഡിക്കൽ ഇന്നവേഷൻ വിഭാഗത്തിൽ അന്താരാഷ്ട്ര പുരസ്കാരമായ എഡിസൺ അവാർഡ് 2020 നേടിയ എറണാകുളം സ്വദേശിയാരാണ്? ഡോക്ടർ ലാലു ജോസഫ്. നെക്സ്റ്റ് നോക്കാം. 2020 ഏപ്രിൽ മാസത്തിൽ ഇറാൻ വിക്ഷേപിച്ച സൈനിക ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? 2020 ഏപ്രിൽ മാസത്തിൽ ഇറാൻ വിക്ഷേപിച്ച സൈനിക ഉപഗ്രഹത്തിൻ്റെ പേര് 100 ആണ് കേട്ടോ. ഇറാൻ 100. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. അടുത്ത് നോക്കാം. നാഷണൽ ഷിപ്പിംഗ് ബോർഡിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? നാഷണൽ ഷിപ്പിംഗ് ബോർഡിൻ്റെ പുതിയ ചെയർമാൻ മാലിനി ശങ്കർ ആണ്. ആരാണ്? മാലിനി ശങ്കർ. മാലിനി ശങ്കർ ആണ് നാഷണൽ ഷിപ്പിംഗ് ബോർഡിൻ്റെ പുതിയ ചെയർമാൻ. അടുത്ത് നോക്കാം. വയോജനങ്ങൾക്കായി സംസ്ഥാന പോലീസ് സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? പ്രശാന്തി. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയോജനങ്ങൾക്കായി സംസ്ഥാന പോലീസ് സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? പ്രശാന്തി. നെക്സ്റ്റ് വൺ നോക്കാം. റിലയൻസ് ഡിജിറ്റൽ വിഭാഗമായ ജിയോ പ്ലാറ്റ്ഫോമിൽ $570 കോടി നിക്ഷേപം നടത്താൻ തീരുമാനിച്ച കമ്പനി ഏതാണ്? ഫേസ്ബുക്ക് ആണ്. ഓക്കെ, റിലയൻസ് ഡിജിറ്റൽ വിഭാഗമായ ജിയോ പ്ലാറ്റ്ഫോമിൽ $570 കോടി നിക്ഷേപം നടത്താൻ തീരുമാനിച്ച കമ്പനി ഏതാണ്? ഫേസ്ബുക്ക്. അടുത്ത് നോക്കാം. ഷട്ടിംഗ് ടു ദ ടോപ്പ് ദ സ്റ്റോറി ഓഫ് PV സിന്ധു എന്ന പുസ്തകം രചിച്ചതാരാണ്? കൃഷ്ണസ്വാമി വി. ഓക്കെ, ഓർത്ത് വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഷട്ടിംഗ് ടു ദ ടോപ്പ് ദ സ്റ്റോറി ഓഫ് PV സിന്ധു എന്ന പുസ്തകം രചിച്ചതാരാണ്? കൃഷ്ണസ്വാമി വി. നെക്സ്റ്റ് വൺ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ ആരംഭിച്ച ദേശീയ ഉദ്യാനം ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ ആരംഭിച്ച ദേശീയ ഉദ്യാനം ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. നെക്സ്റ്റ് വൺ നോക്കാം. 2020 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ടോം ആൻഡ് ജെറി പോപ്പോയ് ആനിമേഷൻ ചിത്രങ്ങളുടെ സംവിധായകനും ഓസ്കാർ ജേതാവും ആരാണ്? യുജിൻ മെറിൻ ഡീച്ച് ആണ്. ആരാണ്? യുജിൻ മെറിൻ ഡീച്ച്. ഒന്നുകൂടെ പറയാം. 2020 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ടോം ആൻഡ് ജെറി പോപ്പോയ് ആനിമേഷൻ ചിത്രങ്ങളുടെ സംവിധായകനും ഓസ്കാർ ജേതാവും ആരാണ്? യുജിൻ മെറിൻ ഡീച്ച് ആണ്. ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത് നോക്കാം. COVID-19 പശ്ചാത്തലത്തിൽ കേരള നിയമസഭ പുറത്തിറക്കിയ ഇൻഫോടൈൻമെൻറ്റ് മൊബൈൽ ആപ്പ് ഏതാണ്? സഭ ഇ-ബെൽസ്. ഒന്നുകൂടെ പറയാം. COVID-19 പശ്ചാത്തലത്തിൽ കേരള നിയമസഭ പുറത്തിറക്കിയ ഇൻഫോടൈൻമെൻറ്റ് മൊബൈൽ ആപ്പ് ഏതാണ്? സഭ ഇ-ബെൽസ്. നെക്സ്റ്റ് വൺ നോക്കാം. വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ WWF പുതിയ അംബാസിഡർ ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. വേൾഡ് വൈഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WWF ആണ് കേട്ടോ. അതിൻ്റെ പുതിയ അംബാസിഡർ ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. അടുത്ത് നോക്കാം. വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം 2020 നേടിയ ചിത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ ആരാണ്? യാസുയോഷി ചിബ. ആരാണ്? യാസുയോഷി ചിബ. ഓർത്ത് വയ്ക്കുക കേട്ടോ. വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം 2020 നേടിയ ചിത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ ആരാണ്? യാസുയോഷി ചിബ. നെക്സ്റ്റ് വൺ നോക്കാം. 2020 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വനിതാ വിഭാഗത്തിൻ്റെ സ്ഥാപക ചെയർപേഴ്സൺ ആരാണ്? ഡോക്ടർ PA ലളിതയാണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക. 2020 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വനിതാ വിഭാഗത്തിൻ്റെ സ്ഥാപക ചെയർപേഴ്സൺ ആരാണ്? ഡോക്ടർ PA ലളിത. നെക്സ്റ്റ് വൺ നോക്കാം. കോവിഡ് രോഗികളെ ICUവിൽ തന്നെ സ്കാൻ ചെയ്യാൻ കഴിയുന്ന പോർട്ടബിൾ സ്കാനർ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? പാലക്കാട് IIT. ഓക്കെ, കോവിഡ് രോഗികളെ ICUവിൽ തന്നെ സ്കാൻ ചെയ്യാൻ കഴിയുന്ന പോർട്ടബിൾ സ്കാനർ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? പാലക്കാട് IIT. അടുത്ത് നോക്കാം. കോവിഡ് ചികിത്സയ്ക്കായി ഇന്ത്യയിൽ നിന്നും അമേരിക്ക ഉൾപ്പെടെ വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച മരുന്ന് ഏതാണ്? ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. ഓർത്ത് വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. കോവിഡ് ചികിത്സയ്ക്കായി ഇന്ത്യയിൽ നിന്നും അമേരിക്ക ഉൾപ്പെടെ വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച മരുന്ന് ഏതാണ്? ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. നെക്സ്റ്റ് വൺ നോക്കാം. ഭയാനകം എന്ന ചിത്രത്തിലെ ഗാനത്തിന് 2017 മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ 2020 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? MK അർജുനൻ. ഒന്നുകൂടെ പറയാം. ഭയാനകം എന്ന ചിത്രത്തിലെ ഗാനത്തിന് 2017 മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ 2020 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? MK അർജുനൻ. അടുത്ത് നോക്കാം.
കോവിഡ് ബാധിച്ച മരണമടഞ്ഞ അമേരിക്കൻ ഗായകൻ ആരാണ്? ജോ ഡിഫി. ഓക്കെ, കോവിഡ് ബാധിച്ച് മരണമടഞ്ഞ അമേരിക്കൻ ഗായകൻ ആരാണ്? ജോ ഡിഫി. നെക്സ്റ്റ് വൺ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. മത്സ്യങ്ങളിൽ വിവിധ തരം രാസവസ്തുക്കൾ ചേർത്ത് വിൽപ്പന നടത്തുന്ന പ്രവണത തടയുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സാഗർ റാണി. ഓക്കെ, ഒന്നുകൂടെ പറയാം. മത്സ്യങ്ങളിൽ വിവിധ തരം രാസവസ്തുക്കൾ ചേർത്ത് വിൽപ്പന നടത്തുന്ന പ്രവണത തടയുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സാഗർ റാണി. അടുത്ത് നോക്കാം. 2021 ഏഷ്യൻ യൂത്ത് ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ഏത് രാജ്യത്താണ്? ചൈന. ഓക്കെ, 2021 ഏഷ്യൻ യൂത്ത് ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ഏത് രാജ്യത്താണ്? ചൈന. അടുത്ത് നോക്കാം. ലോക്ക്ഡൗൺ ദിനങ്ങളിൽ പച്ചക്കറി കൃഷി നടപ്പിലാക്കാൻ ജീവനി പദ്ധതി കർഷകക്ഷേമ വകുപ്പ് ആരംഭിച്ച ജില്ല ഏതാണ്? കോട്ടയം. ലോക്ക്ഡൗൺ ദിനങ്ങളിൽ പച്ചക്കറി കൃഷി നടപ്പിലാക്കാൻ ജീവനി പദ്ധതി കർഷകക്ഷേമ വകുപ്പ് ആരംഭിച്ച ജില്ല ഏതാണ്? കോട്ടയം. അടുത്ത് നോക്കാം. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായ വ്യക്തി ആരാണ്? BP കനുങ്കോ. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായ വ്യക്തി ആരാണ്? BP കനുങ്കോ. അടുത്ത് നോക്കാം. 2020 ഫിഫ അണ്ടർ-20 വനിതാ ലോകകപ്പ് ഏത് രാജ്യത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? കോസ്റ്റാറിക്ക, പനാമ. ഏതാണ്? കോസ്റ്റാറിക്ക, പനാമ. 2020 ഫിഫ അണ്ടർ-20 വനിതാ ലോകകപ്പാണ് കേട്ടോ. എവിടെയാണ്? കോസ്റ്റാറിക്ക, പനാമ. രണ്ടാമത്തെ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണ്? മന്ത്രി നിർമ്മല സീതാരാമൻ. ഓക്കെ, രണ്ടാമത്തെ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണ്? മന്ത്രി നിർമ്മല സീതാരാമൻ. അടുത്ത് നോക്കാം. ലോക പുസ്തക ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 23 ലോക പുസ്തക ദിനം ആചരിക്കുന്നത്. ലോക പുസ്തക ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 23. അടുത്ത് നോക്കാം. ലേ, ന്യൂഡൽഹി എന്നിവിടങ്ങളിലേക്കായി ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ബസ്സും കാറും നിർമ്മിക്കുന്ന പ്രോജക്റ്റ് ആരാണ് നടപ്പിലാക്കുന്നത്? NTPC ആണ് കേട്ടോ, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ലേ, ന്യൂഡൽഹി എന്നിവിടങ്ങളിലേക്ക് ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ബസ്സും കാറും നിർമ്മിക്കുന്ന പ്രോജക്റ്റ് ആരാണ് നടപ്പിലാക്കുന്നത്? NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. അടുത്ത് നോക്കാം. ലോക പ്രതിരോധ വാരമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിലിലെ അവസാന ആഴ്ച. ഓക്കെ, ലോക പ്രതിരോധ വാരമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിലിലെ അവസാന ആഴ്ച. അടുത്ത് നോക്കാം. നാസ്കോമിൻ്റെ പുതിയ ചെയർമാനായി ആരെയാണ് നിയമിതനാക്കുന്നത്? UB പ്രവീൺ റാവു. ഓക്കെ, നാസ്കോമിൻ്റെ പുതിയ ചെയർമാനായി ആരെയാണ് നിയമിതനാക്കുന്നത്? UB പ്രവീൺ റാവു. അടുത്ത് നോക്കാം. 2020 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് 2020 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. നെക്സ്റ്റ് നോക്കാം. അടുത്തുള്ള പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരെന്താണ്? ജൻ ഔഷധി സുഗം ആപ്പ്. ഓക്കെ, അടുത്തുള്ള പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരെന്താണ്? ജൻ ഔഷധി സുഗം ആപ്പ്. നെക്സ്റ്റ് വൺ നോക്കാം. COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി വിജയകരമായി അവതരിപ്പിച്ച ആദ്യത്തെ സർക്കാർ സർവകലാശാല ഏതാണ്? കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്, UPയിലാണ് കേട്ടോ. അപ്പോൾ COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി വിജയകരമായി അവതരിപ്പിച്ച ആദ്യത്തെ സർക്കാർ സർവകലാശാല ഏതാണ്? കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, UPയിലാണ്. അടുത്ത് നോക്കാം. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി ആരംഭിച്ചത് എപ്പോഴാണ്? 2016 പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി ആരംഭിച്ചത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് LPG കണക്ഷനുകൾ നൽകുന്നതിനാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി ആരംഭിച്ചത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് LPG കണക്ഷനുകൾ നൽകുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി ആരംഭിച്ചത്. LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് കേട്ടോ. അടുത്ത് നോക്കാം. ബ്രിട്ടനിലെ സ്പോർട്ടിംഗ് മോട്ടോർ സൈക്കിൾ ബ്രാൻഡായ നോർട്ടൺ കമ്പനിയുടെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കിയ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ കമ്പനി ഏതാണ്? TVS ആണ് കേട്ടോ. ബ്രിട്ടനിലെ സ്പോർട്ടിംഗ് മോട്ടോർ സൈക്കിൾ ബ്രാൻഡായ നോർട്ടൺ കമ്പനിയുടെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കിയ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ കമ്പനി ഏതാണ്? TVS.
അടുത്തത് നോക്കാം, ദേശീയ വളർത്തുമൃഗ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 11-നാണ് ദേശീയ വളർത്തുമൃഗ ദിനം ആചരിക്കുന്നത്. ദേശീയ വളർത്തുമൃഗം ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 11-ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഏപ്രിൽ മാസത്തിലെ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ബൈ.